भारतीय इतिहास में हिंदी साहित्य के एक महान कवि संत कबीरदास के भक्ति के वर्णन आज हम पढ़ेंगे। കബീർദാസ് की भक्ति पद्धति का परिचय दीजिए। കബീർദാസിന്റെ ഭക്തി രീതി പരിചയപ്പെടുത്തുക। कबीरदास निर्गुण निराकार सर्वव्यापी परमात्मा के लिए पर्यायवाली शब्द है। നിർഗുണ രൂപരഹിതനായ സർവവ്യാപിയായ പരമാത്മാവിൻ്റെ पर्यायമാണ് कबीर। कबीर संसार को माया मानते थे और कहते थे कि अपनी ही नाभि में स्थित कस्तूरी को घास फूस में ढूंढने वाले मृग की तरह मनुष्य अंतर्यामी परमात्मा को अज्ञान के कारण मंदिर मस्जिद और तीर्थों में ढूंढता है। ലോകത്തെ മായയായി കണക്കാക്കിയ കബീർ പറഞ്ഞു, പുല്ലിൽ സ്വന്തം നാഭിയിൽ കസ്തൂരിനെ തിരയുന്ന ഒരു മാനിനെ പോലെ മനുഷ്യൻ അജ്ഞതയിൽ ആന്തരിക ദൈവത്തെ അന്വേഷിക്കുന്നു. ക്ഷേത്രങ്ങൾ, പള്ളികളും തീർത്ഥാടനങ്ങളും वे सांसारिक जीवन को क्षणभंगुर मानते थे. അവർ ലൗകിക ജീവിതത്തെ ക്ഷണികമായി കണക്കാക്കുന്നു. कबीर कहते हैं कि अपने प्राणों की बलि चढ़ाने वाला मनुष्य ही परमात्मा के दर्शन कर सकता है. ജീവൻ ബലിയർപ്പിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഈശ്വര ദർശനം സാധ്യമാകൂ എന്ന് കബീർ പറയുന്നു. कबीर की भक्ति पद्धति में गुरु का बड़ा स्थान है. കബീറിൻ്റെ ഭക്തി സമ്പ്രദായത്തിൽ ഗുരുവിന് വലിയ സ്ഥാനമുണ്ട്. ഗുരു की सहायता से ही परमात्मा की प्राप्ति हो सकता है. ഗുരുവിൻ്റെ സഹായത്താൽ മാത്രമേ ഈശ്വരനെ പ്രാപിക്കൂ. वे मानव जीवन को पानी का बुदबुद, प्रातः कालीन नक्षत्र आदि की तरह क्षण भंगुर बताते थे और चाहते थे कि मनुष्य को अपने इस छोटे जीवन में विलीन कर देना तो मृत्यु से रक्षा मिलेगी और आत्मा के अमर होने का भाव उसमें आ जाएगा. മനുഷ്യ ജീവിതത്തെ പ്രഭാത നക്ഷത്ര സമൂഹത്തിലെ ജലക്കുമിള പോലെ ക്ഷണികമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ഈ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യനെ ലയിപ്പിച്ചാൽ മരണം മോക്ഷിക്കപ്പെടുമെന്നും ആത്മാവ് അനശ്വരമായ ആത്മാവ് അതിൽ വരുമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. कबीर की भक्ति पद्धति में बाह्य आडंबर, पूजा, तीर्थयात्रा आदि को कोई स्थान नहीं. കബീറിൻ്റെ ഭക്തി സമ്പ്രദായത്തിൽ അമിതാരാധനയ്ക്കും ആരാധനയ്ക്കും തീർത്ഥാടനത്തിനും സ്ഥാനമില്ല. भक्ति, ज्ञान, प्रेम, त्याग, वैराग्य, ईश्वर स्मरण पर सेवा आदि पर निर्भर रहने वाली है. ഭക്തി, അറിവ്, സ്നേഹം, ത്യാഗം, നിസ്സംഗത എന്നിവ ദൈവസ്മരണയെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ സേവനം മുതലായവ रहस्यवाद का विकसित एवं परपुष्ट रूप तो सर्वप्रथम निर्गुण के उपासक कबीर के काव्य में ही दृष्टिगत होता है. നിഗൂഢതയുടെ വികസിതവും പൂർണ്ണവുമായ രൂപം ആദ്യമായി കാണുന്നത് നിർഗുണ ആരാധകനായ കബീറിൻ്റെ കവിതയിലാണ്. കബീർ एक निर्गुणवादी कवि थे. കബീർ ഒരു നിർഗുണവാദി കവിയായിരുന്നു. हिंदी में रहस्यवाद के क्षेत्र में കബീർ का विशिष्ट स्थान है. ഹിന്ദിയിലെ മിസ്റ്റിസിസത്തിൽ കബീറിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. कबीर के रहस्यवाद पर शंकराचार्य का अद्वैतवाद के सिद्धांतों और सूफी मत का गहरा प्रभाव पड़ा है. കബീറിൻ്റെ മിസ്റ്റിസിസത്തെക്കുറിച്ച് ശങ്കരാചാര്യ മോണിസത്തിൻ്റെയും സൂഫിസത്തിൻ്റെയും തത്വങ്ങൾ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. कबीर ने परमात्मा को प्रियतम और साधक को पत्नी के रूप में देखा है. ദൈവത്തെ പ്രിയപ്പെട്ടവനായും അന്വേഷിയെ ഭാര്യയായും കബീർ കണ്ടിട്ടുണ്ട്. कबीर साधक को स्त्री रूप में देखने का कारण यह है कि मार्मिकता और आत्मसमर्पण नारी में ही अधिक होती है. കബീർ സാധക്കിനെ സ്ത്രീ രൂപത്തിൽ കാണാൻ കാരണം സ്ത്രീകളിൽ മാത്രം പൊള്ളലും കീഴടങ്ങലും കൂടുതലാണ്. കബീർ സ്വയം കോ രാം കി പത്നി കഹത്തെ ഹെ. രാമൻ്റെ ഭാര്യ എന്നാണ് കബീർ സ്വയം വിളിക്കുന്നത്. ഹരി മേരെ പിയു മേ തോ രാം കി ബഹൂരിയ. प्रेम की स्थिति के अंतर्गत कबीर ने विरह की अनेक अभिव्यक्तियाँ की है. പ്രണയത്തിൻ്റെ അവസ്ഥയിൽ പേർവിരിയുന്നതിൻ്റെ പല ഭാവങ്ങളും കബീർ നൽകിയിട്ടുണ്ട്.
स्वयं को ऐसी नारी के रूप में चित्रित करते हैं जो प्रियतम से मिलने को व्याकुल है. പ്രിയപ്പെട്ടവളെ കാണാൻ വെമ്പുന്ന ഒരു സ്ത്രീയായാണ് അവൻ സ്വയം ചിത്രീകരിക്കുന്നത്. कबीर को अपना विरह साधारण प्रतीत नहीं होता, उसका विरह तो बड़ा गंभीर है. കബീർ തൻ്റെ പേർവിരിയൽ ലളിതമല്ല, പേർവിരിയൽ വളരെ ഗൗരവമുള്ളതാണ്. जिसके गोविंद बिछुड़ गए हैं उसका क्या हाल होता है, उसकी ओर संकेत करके वे अपने विरह की महत्ता व्यक्त करते हैं. ഗോവിന്ദൻ പേർവിരിഞ്ഞവൻ്റെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പേർവിരിയലിൻ്റെ പ്രാധാന്യം പ്രകടിപ്പിക്കുന്നു. मिलन होने पर आत्मा का साक्षात्कार परमात्मा से हो जाता है और आत्मा परमात्मा में लीन हो जाती है. ഐക്യത്തിൽ ആത്മാവ് പരമാത്മാവിനെ കണ്ടുമുട്ടുകയും ആത്മാവ് പരമാത്മാവുമായി ലയിക്കുകയും ചെയ്യുന്നു. कबीर ने इस मिलनावस्था को बड़े ही मार्मिक और प्रभावशील शब्दों में व्यक्त किया है. कबीर ने आत्मा परमात्मा के प्रेम विरह और मिलन संबंधी इस समस्त प्रक्रियाओं का निरूपण लौकिक प्रतीकों के माध्यम से किया है, जिससे इस निरूपण में चमत्कार और മാർമികത की സൃഷ്ടി हुई है. വളരെ സ്പർശിക്കുന്നതും ഫലപ്രദവുമായ വാക്കുകളിൽ കബീർ ഈ ഐക്യത്തിൻ്റെ അവസ്ഥ പ്രകടിപ്പിച്ചു. ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പേർവിരിയലിനെ കബീർ പ്രതിനിധീകരിച്ചു. കോസ്മിക് ചിഹ്നങ്ങളിലൂടെ ഈ ഐക്യത്തിൻ്റെ എല്ലാ പ്രക്രിയകളും ഈ പ്രതിനിധാനത്തിൽ അദ്ഭുതങ്ങളും വിചിത്രതയും സൃഷ്ടിക്കപ്പെട്ടു. कबीर एक निर्गुण पंथी ज्ञानमार्गीय कवि थे. അറിവിൻ്റെ നിർഗുണപന്ഥി കവിയായിരുന്നു കബീർ. अतः साधनात्मक रहस्यवाद उनके काव्य में स्वतंत्र पाया जाता है. അതിനാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ മിസ്റ്റിസിസം കവിതയിൽ അത് എല്ലായിടത്തും കാണാം. भक्ति के साधनों में कबीर गुरु सेवा, भगवत कृपा, नाम जप स्मरण, കീർത്തൻ തഥാ സത്സംഗ് ആദിക്കോ മഹത്വ ദേത്തെ ഹെ. ഭക്തിയുടെ മാർഗങ്ങളിൽ കബീർ ഗുരുസേവനം, ദൈവകൃപയുടെ സ്മരണ, കീർത്തനം, സത്സംഗം മുതലായവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഉൻകി ഭക്തി നിഷ്കാം ഹെ. അവൻ്റെ ഭക്തി നിസ്വാർത്ഥമാണ്. ഭക്തി के आत्मनिवेदन एवं भगवान के अनुग्रह को ही कबीर सब कुछ मानते हैं. കബീർ എല്ലാം ഭക്തിയുടെയും ദൈവകൃപയുടെയും സ്വയം പ്രയോഗമായി കണക്കാക്കുന്നു.